ഇനി വിജയുടെ ഭരണം എങ്ങനെയായിരിക്കും, ഭരണം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതെക്കുറിച്ചാണ് അവരുടെ ജാതകം നമ്മൾ നോക്കാൻ പോവുകയാണ്. അവരുടെ ജാതകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വിജയ്ക്ക് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയ വിധി ഇല്ലെന്ന് ഞാൻ നേരത്തെ മുതൽ പറയുകയാണ്. ശരി, ഇപ്പം ഞാൻ മാറ്റി പറയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ മാറ്റി പറയുന്നില്ല. കാരണം വിജയുടെ ജാതകത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയം ഇരിക്കണമെങ്കിൽ മേടരാശി, ചിങ്ങരാശി, ധനുരാശി 3 രാശിയിലും വിജയ്ക്ക്, വിജയല്ല മറ്റാർക്കെങ്കിലും ഒരു ഗ്രഹം വേണം. ഒരു ഗ്രഹം ഇല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ വിധിയില്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, രാഷ്ട്രീയത്തിൽ വരും, ഒരുപാട് ചെലവ് ചെയ്യും, എന്നിട്ടും അവർക്ക് അധികാരം പിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിധിയാണ്. പക്ഷെ അവരെ അപ്പോൾ എങ്ങനെ ജയിച്ചു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കൂടെ ഉപജയസ്ഥാനം എന്നൊരു സ്ഥാനമുണ്ട്. ഉപജയസ്ഥാനം. ഈ ഉപജയസ്ഥാനം എന്ന് പറയുമ്പോൾ 3, 6, 10, 11. ഈ 3, 6, 10, 11 വിജയ്ക്ക് 11ാമത്തെ വീട്ടിൽ ഗ്രഹമുണ്ട്. അതായത് അവർക്ക് കർക്കിടക രാശി 11ാമത്തെ രാശിയിൽ വരുമ്പം ലഗ്നം അതാണ്. 11 ശുക്രനുണ്ട് ഇടവരാശിയിൽ. അപ്പം അവരുടെ ജാതകത്തിൽ 2ാമത് ഒരു പെണ്ണ് ജീവിതത്തിൽ വരും. അവരുടെ സംഗീതയുടെ ജാതകത്തിലും ഇതില്ല, രാഷ്ട്രീയമില്ല. ഈ 3 രാശിയിലും ഗ്രഹമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 2013 മുതൽ ഇവർക്ക് ശുക്രദിശയാണ്. ഈ ശുക്രദിശയിൽ ഒരു പെണ്ണ് വരും, ജീവിതത്തിൽ വരും. അപ്പോൾ വരുമ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് രാഷ്ട്രീയം കുറിച്ചുള്ള ഒരു വിധി ഉണ്ട്. ആർക്കുണ്ടെന്ന് വെച്ചാൽ, ഉപജയസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആര് വരുമ്പോൾ നമ്മൾ ജയിക്കും, മറ്റൊരാളുടെ വിധി കൊണ്ട് നമ്മൾ ജയിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പം തൃശക്കുണ്ട് തലയിൽ കിരീടം വെക്കാനുള്ള ഒരു ജാതകം. അതായത് മേടത്തിൽ ചൊവ്വയും സൂര്യനും ഉണ്ട്. ഇവരുടെ രാശി ഏതാന്ന് വെച്ചാൽ മകരരാശിയാണ്. ഇപ്പം ഇവർ മുഖാന്തരമാണ്, ഇവർ കാരണമാണ് വിജയ് ജയിച്ചത് വന്നത്. പക്ഷേ വിജയ് ജയിച്ചു വന്നാലും രണ്ടാമത് പ്രശ്നമാണ്. ഒരു കാര്യം ഞാൻ പറയാം.